ഹലോ, ഈ പാട്ടുകൾക്ക് നമ്മളെ ഒരുപാട് പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നത് സത്യമാണല്ലേ. ഇന്നലെ ഒത്തിരി ഇമോഷൻസ് മാറി മറിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുപോലെ നൈറ്റ് ഓഫ് ആയിരുന്നു. പക്ഷേ എന്നും സൗണ്ട് കേൾക്കുമ്പോഴത്തേനും, ഡോറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഇവർ രണ്ടും ഇങ്ങനെ രാവിലെ ഓടി വരും. രാവിലെയോ വൈകിട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓടി വരും. അത് കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം ബാക്കി ഓക്കെയാണ്. അങ്ങനെ ഞാൻ കുറേ നൈറ്റ് ഓഫ് ആയിട്ട് തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. മെയിൻ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ ഒരാളുടെ കല്യാണം നിശ്ചയമായിരുന്നു. ആൾ കല്യാണ പെണ്ണായി എന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു മെയിൻ തിങ്. പിന്നെ ഞാൻ കുറേ നേരം എൻ്റെ അമ്മൂമ്മയെ വിളിച്ച് സംസാരിച്ച്. ഇപ്പോഴും ഇങ്ങനെ വിളിക്കാൻ എനിക്കൊരാളുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് കേട്ടോ. പിന്നെ അന്നക്കുട്ടി, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുറേ നേരം പോയി. അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. വൈകിട്ട് ഞങ്ങളുടെ ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ സ്ട്രക്കായെന്ന് വേണേൽ പറയാം. ഇത് അവരുടെ ഒരു പ്രാർത്ഥന ഏരിയ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ബാക്കിലേക്ക് പോയി എന്ന് പറയാം. എൻ്റെ അമ്മയും അച്ചാച്ചനെയും ഒക്കെ ഞാൻ ഓർത്തു പോയി അവിടെ ചെന്നപ്പം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമല കൊച്ചിൻ്റെ സെൻഡ് ഓഫ് ആയിരുന്നു ഇന്നലെ. അവൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അമലയെക്കുറിച്ച് എന്തായാലും പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് പോലും അറിയാത്ത എന്നെ എന്താ എവിടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ച ആളാണ് കേട്ടോ അമല. അപ്പോൾ എവിടെ പോയാലും അമല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ബൈ.